the start. I have seen your hurting heart, and you feel so lonely, but you keep on hiding, 'cause you feel so guilty for what you've done. But there's no distance too far that I can't reach you. There's no place that's so dark that I can't find you. Anywhere that you are, if you need proof, take a look at these scars. I know I love you. Doesn't matter, doesn't matter, doesn't matter what you've done. You are never സർവസ്നായുള്ള പിതാവേ, രാജ്യം വരണമേ, തിരുവിനിസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ തിന്മയെന്ന് കാത്തുരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ ക്രിസ്തി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നുണ്ട്. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണമെന്ന് തമ്പുരാനമ്മേ, പാവങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമയത്തും തമ്പുരാനുടെ വിഷമമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നീക്കാം. ആമീൻ. മേലെ മിഴി നോക്കി ഞാൻ പാടാൻ വന്നിതാ, ചാരി കനിവോടെ നീ കേൾക്കാനില്ലയോ? പാരിൻ ഇരുൾ മായ്ക്കുമീ പൊന്നിൻ താരമേ, എന്നിൽ നിറയേണമേ സ്നേഹനാളമേ. ആയിരം മേഘമാ കാവലാകണേ, പൈതലാമെന്നെയും കാത്തിടേണമേ. മേലെ മിഴി നോക്കി ഞാൻ പാടാൻ വന്നിതാ, ചാരി കനിവോടെ നീ കേൾക്കാനില്ലയോ? From the south, storming along the shoreline, those who were right came here with nothing more than dreams of a brighter sun that could make their shadows run. വളരെ അവരുടെ മനസ്സിൽ ഇടങ്ങുന്ന രീതിയിലുള്ള ഒരു വധുതയാണ് ലീവോയുടെ അറിയാവുന്നതാണ്. ഞാൻ ഇവിടെ വന്ന് രണ്ടാമത്തെ ആഴ്ച മുതൽ ഞാൻ ലീവോയെ കണ്ട് അവരെ പരിചയപ്പെട്ടിരിക്കും. നല്ലൊരു മനസ്സാണ്. എപ്പോൾ വിളിച്ചാലും നമ്മുടെ കൂടെ നമ്മുടെ സഹായം എന്താണെങ്കിലും അവൻ നമുക്ക് വേണ്ടി ചെയ്തു തരാനായ ഒരു മടിയുമില്ലാത്ത ഒരു സഹോദരനാണ്. അവരുടെ മകന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കാം അശുദ്ധ വഴി ഒരുപാട് അനുഗ്രഹങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ഭാഗ്യവും ഐശ്വര്യവും സമാധാനവും അവരുടെ കുടുംബത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലിയോ വളരെ നല്ലൊരു സഹോദരനാണ് എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. ദൈവത്തിന്റെ നാമത്തിൽ ഏറ്റവും വലിയ ഈ പൂർണ്ണത സ്വീകരിക്കുമ്പോൾ പരസ്പരം നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഈ കാര്യങ്ങൾ അത് ജീവിതാവസ്ഥാനം വഴി മോളുടെ മകന്റെയും പ്രാണമായും നിലയ്ക്കുന്നത് വരെ ഈ ബന്ധത്തിന് ഒരു കോട്ടവും ഉണ്ടാകരുത് എന്നുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനയോടുകൂടെ
ജലം കൊണ്ട് കഴുകി വസ്ത്രത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവരെ കറയോ ചുളിവോ മറ്റു കുഴപ്പങ്ങളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പുഷ്ടിക്കുന്നതിനും അവൾ കടന്നതിനും പരിശീലനം വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ എതിർക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്തു. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ കർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. പ്രതിവചന ശ്രദ്ധിക്കണം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അറിവുകളിലുണ്ടായിരിക്കും. കർത്താവിനെ ഞാൻ അഭിമാനപ്പെടുന്നു. കേട്ട ആനന്ദിക്കട്ടെ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. എന്നോടൊത്ത് കർത്താവിനെ പുകഴ്ത്തുകയും നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ്വകാര്യങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശത്തിലായി. അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവനെ വിളിച്ചു. കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുകയും അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ പുകഴ്ത്തും. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മളിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മളിൽ പൂർണ്ണമാവുകയും ചെയ്യും. മത്തായിയുടെ വിശുദ്ധ സുവിശേഷമായ കർത്താവേ അങ്ങേക്ക് സ്തോത്രം. ഫരിസേയർ യേശുവിന്റെ അടുത്ത് വന്ന് പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരു ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിരുന്നു. ഇക്കാരണത്താൽ പുരുഷപിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ഇവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചില്ലേ. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടെല്ലാം ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. ഇരുവരുടെയും ഭാഗത്ത് ഓരോ സാക്ഷികളെയും അവരുടെ കൂടെ നിൽക്കുന്നതായിട്ട് ക്ഷണിക്കുന്നു. അവിടെ സ്ഥാനത്താണല്ലോ. ഇപ്പോൾ അവരുടെ ഒരു പ്രത്യേക ഉദാശയ നിങ്ങളെ ധന്യരാക്കുകയും ശക്തിപ്പെടുത്തുകയുമാണ്. ബൈബിളിന്റെ ജീവിതത്തിൽ എല്ലാ ചുമതലകളും നിർവഹിച്ച് ആ ജീവിതാന്തം പരസ്പര വിശ്വസത്തെ പാലിക്കുവാൻ അവർ നിങ്ങളെ അനുഗ്രഹിക്കുകയായിരുന്നു. തിരുസഭാസമക്ഷം നിങ്ങളുടെ പരസ്പര സമ്മതം ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയുക. നിങ്ങൾ വിവാഹത്തിലാകുവാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മതം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാഗതത്തോടും കൂടെയുമാണ്. നിങ്ങൾ ഭാര്യമാതാക്കളെ ആയുഷ്കാലം പരസ്പരം സ്നേഹിച്ചും ആഗ്രഹിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിന്റെ സഭയുടെ പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്.
വിവാഹം ഉടനെ ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലുതായി ചേർന്ന് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തുന്നവരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കണമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ പ്രായം ആശ്രയികളെ ഈ സ്നേഹിക്കുകയും അടയാളമായി തീരുമാനങ്ങളെ അടയാളമായി ആശ്രയികളെ വസ്ത്രമണിയില്ല. ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള കാലമായ പ്രതിബന്ധമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രമണിയുവാൻ അനുഗ്രഹവും അരുൾ ചെയ്യട്ടെ. ആമേൻ. ഈ മോഹത്തെ ആശീർവദിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി തീരട്ടെ. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതായി മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേ ഇന്ന് വിവാഹിതരാകുന്ന ആൻഡ്രിയോ ചേട്ടനെയും മേരി ശിൽപ ചേച്ചിയെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദാതാവായ പിതാവേ, ഇന്ന് വിവാഹിതരാകുന്ന ഈ നവദമ്പതികളുടെ മാതാപിതാക്കളെ ഓരോരുത്തരെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ നവദമ്പതികളുടെ കുടുംബജീവിതത്തെ ആവശ്യമായ മൂല്യങ്ങൾ പകർന്നു നല്ല കുടുംബജീവിതം നയിക്കുന്നതിനുള്ള സഹായകരായി വർദ്ധിക്കുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം ശൂന്യനായി തീരാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തെയും മരണത്തിന്റെയും ധാരാളമായ സന്ദേശത്തിന് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ കുടുംബങ്ങളെയും മറ്റെല്ലാ ആത്മാക്കളെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ഇവരുടെ പാപങ്ങളെല്ലാം പുറത്ത് അവരെ സ്വഭാവത്തിൽ ആചരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തിലെ വീണ്ടും സംയോജിപ്പിക്കപ്പെടുന്നതായി
സ്നേഹത്തിൽ വളരുവാനും ജീവിതശീലമായി ക്ഷമയോടും ചെയ്യുവാനും തീർന്നതരണമേ. ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാ ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. വിവാഹോദാശിയായി തീർന്നിറങ്ങിയോട് സദാ ചേർന്നിടുകയും അങ്ങേ നാമം സുരക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്യുവാനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളീണമേ. സർവശക്തനായ പിതാവായ തന്റെ സന്തോഷം നിങ്ങൾക്ക് നൽകുകയും സന്താനങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകട്ടെ. ദൈവത്തിന്റെ ജാതനായ പുത്രന്റെ താഴ്ചയിൽ നിങ്ങളെ കാരുണ്യമോടും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സദാ ചൊരിയുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തിൽ പോകുക.
heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I've loved you for 1,000 years. I love you for 1,000 more. Time stands still, beauty and all she is. I will be brave, I will not let anything take away what's standing in front of me. Every breath, every hour has come to this. I've come a long way riding my cycle, just to say how lovely you are. I had to say it without a doubt, 'cause with that smile you took my heart. Yellow paper daisy, you've made me crazy lately. My heart's been so racy. Maybe I'm falling in love again. I'm falling in love again. ഒരു പുതിയ കുടുംബം ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ദൈവം ഒന്നിപ്പിക്കുന്ന ഈ താരങ്ങളെ വളരെ സ്നേഹത്തോടെ നിറഞ്ഞ കൈയടിയോടെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome the most loving and charming couple of the day. Put your hands together for the most beautiful bride Shilpa and the ever handsome groom Leo. തുമ്പിപ്പെണ്ണാലേ ഈ മുല്ലക്കൊമ്പേനാടാനാ നീ കൂടാമോ? ഹേകാലോലം തുമ്പിപ്പെണ്ണാലേ ഈ മുല്ലക്കൊമ്പേനാടാനാ നീ കൂടാമോ? കാലോലം കന്നിക്കുറുമ്പേ ഉണർന്നില്ലേ പാടാനാ നീ പോരാമോ? ഇന്നോളം ലിയോ ചേട്ടന്റെയും ശില്പ ചേച്ചിയുടെയും ജീവിതത്തിൽ അവരുടെ പാരന്റ്സ്, ഫ്രണ്ട്സ്, സഹോദരങ്ങള്, ബന്ധുക്കള്, നാട്ടുകാര് എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും അവരൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് താങ്ങായിട്ട് തണലായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാനായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഈ ചടങ്ങിലേക്ക് വന്നിരിക്കുന്നത്. അല്ലേ? ആണോ? നിങ്ങൾ എന്നൊന്നും മിണ്ടാത്തേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കൈയ്യടി കൊടുത്ത് നമ്മൾ അതിനുവേണ്ടി തന്നെ വന്നിരിക്കണമെന്ന് കാണിച്ചേ. അപ്പൊ എല്ലാവരും ശക്തിയായിട്ടൊന്ന് മേടിച്ചേ.
നിങ്ങൾക്ക് ഇരിക്കാട്ടോ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവരെ അറിയാം. അപ്പോൾ എങ്കിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവരെ പരിചയപ്പെടുത്താൻ പോവാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഗ്രൂം ആൻഡ് ലിയോ. പുള്ളിക്കാരൻ നമ്മുടെ HDPY CBSE ഹയർ സെക്കൻഡറി സ്കൂൾ അണ്ടിപ്പള്ളിക്കാവിലാണ് അവരുടെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞത്. പിന്നെ ഡിഗ്രി BCom ആണ് എടുത്തേക്കുന്നത്. അത് SNGST മാളിനാലിയിലാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ കേരള വിഷനിലെ നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇനി നമ്മുടെ ശില്പ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, ചേച്ചി സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്തത് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ പാനായിക്കുളത്താണ്. ഡിഗ്രി BCom SNGST മാഞ്ഞാലിയിൽ തന്നെയാണ്. ചേച്ചി ഇപ്പോൾ MBA ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ആലുവയിൽ വർക്ക് ചെയ്യുകയാണ്. ഇത്രയാണ് ഇവരെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഹാപ്പിനെസ്സിന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സെറമണിയിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഒരു കാൻഡിൽ ലൈറ്റിംഗ് സെറമണി ആയാലോ? ആകാം. May I please invite Leo and Shilpa to come forward and light the unity of the candle. ഇവരുടെ ഫാമിലിനെ ക്ഷണിക്കുകയാണ്. ആദ്യം ഗ്രൂപ്പിന്റെ ഫാമിലി സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് കേക്ക് കട്ടിംഗ് സെറമണിയാണ്. ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇവരുടെ ഇന്നത്തെ ഈ ദിവസത്തിലെ. ഈ കേക്ക് കട്ടിങ്ങിന് ശില്പ ചേച്ചിയും ലിയോ ചേട്ടനെയും അവരുടെ ഫാമിലീസിനെയും ഒരുമിച്ച് തന്നെ നിന്നുകൊണ്ട് ഈ കേക്ക് കട്ട് ചെയ്യാം. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations. All my thoughts are fading out, and the fantasy gets closer. Looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, we call it supernatural and light up. The wind hits my red cape and my arms stretch to the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind. We don't run away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world
മതി മറന്നു പാടാം عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة കോളേജിലെ ചേച്ചി ഇവിടെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? NSS ക്യാമ്പില്. മനസ്സ് നന്നാകട്ടെ അല്ലേ? അപ്പൊ ചേച്ചി NSS ക്യാമ്പിൽ വെച്ച് തന്നെയാണ് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്തത്. ആദ്യം ചേട്ടനെ കണ്ടപ്പോ എന്താ തോന്നിയേ? അതായത് എന്താ ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇംപ്രഷൻ? ഒന്നും തോന്നിയില്ല. എന്റെ പൊന്നേ, ലിയോ ചേട്ടൻ എന്താ തോന്നിയത് ഫസ്റ്റ് കണ്ടപ്പോൾ? ഇംപ്രഷൻ പറയേ. കണ്ണുകൾ കൊണ്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. നിങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നോ? അപ്പോ ചേട്ടനെ എന്ത് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? എന്തെങ്കിലും എനി റീസൺ? കസിൻസ് ഇവിടെ മണ്ടത്തിനോടൊക്കെ പറയുന്നത് എന്തോ പറയേ എന്തായിരിക്കും? എന്താ ചേച്ചി കാരണം? പാവമാണെന്ന് തോന്നി. ഓഡിയൻസിന്റെ ചിരി കണ്ടാൽ അറിയാം ചേച്ചി വിചാരിച്ചിരുന്നതിന്റെ ഓപ്പോസിറ്റ് എന്തുവായിരുന്നു ബാക്കിയുള്ളവർ വിചാരിച്ചിരുന്നതെന്ന്. ഇനി ചേട്ടൻ തോന്നിയേ പാവമാണ്. ഓക്കെ, ആരാ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? ചേട്ടനാ? എന്ത് പറഞ്ഞാ പ്രപ്പോസ് ചെയ്ത്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പറഞ്ഞത്? അല്ലെങ്കിൽ അതെ, ഒന്നും പറഞ്ഞില്ലേ? ഓർമ്മയില്ല. ലിയോ ചേട്ടൻ ഓർമ്മയുണ്ടോ? പറയേ, ആരും കളിയാക്കൊന്നുമില്ല. പറഞ്ഞോ, എന്ത് പറഞ്ഞാ പ്രപ്പോസ് ചെയ്തേ? പറഞ്ഞോ. വളരെയധികം ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തില്ലേ? ഇപ്പൊ ഇതിന് നിങ്ങൾ
എപ്പോഴാ നിങ്ങൾ ഡിസൈഡ് ചെയ്തേ? ഈ ആളെ തന്നെ മതിയെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതെപ്പോഴായിരുന്നു? ഏതൊരു പോയിന്റിൽ വെച്ച് നിങ്ങൾ ഇയാളെ തന്നെ വേണം എന്ന് ഉറപ്പിച്ച് ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ? അത് എങ്ങനെയെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും? അങ്ങനെ തോന്നി അല്ലേ? ചേച്ചി പറഞ്ഞു എന്തെങ്കിലും എപ്പോഴാണ് ഈ ചേച്ചിയുടെ ലൈഫ് ലോങ് വേണമെന്ന് തോന്നിയത്? ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയതുകൊണ്ട് തോന്നി. എങ്ങനെയായിരുന്നു ആ സഹായം? പറയണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി ഉണ്ടാകും. ഇനി ചോദിക്കണോ? മതിയല്ലേ? മതിയാ? നിങ്ങൾക്ക് മതിയാ? അല്ല, എത്ര കൊല്ലമായി നിങ്ങൾ പ്രേമിച്ചു തുടങ്ങിയിട്ട്? എത്ര കൊല്ലമായി? 9 കൊല്ലമായി. 9 കൊല്ലമായിട്ട് പ്രേമിച്ച് ലാസ്റ്റ് ഇപ്പത്തേക്ക് കല്യാണം കഴിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടേക്കാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ പോലെയാണ് വെച്ചത്. നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് വെറുതെ ഇട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പണിഷ്മെന്റ് തരാമെന്ന് വെച്ചതാണ്. അപ്പോൾ ചെറിയ പാട്ടാവാല്ലേ? ഇന്ദ്രധനുസിൽ പിറന്നവള് കുന്തിരിക്കത്തിൻ മണമുള്ളോള് ചുണ്ടിൽ വിരിയും ധരിക്കുമ്പോള് കാണാൻ എന്തു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കണ്ണാരം കുത്തി കളിച്ചപ്പോള് കണ്ണിമ വെട്ടാതെ നോക്കിയോള്, കണ്ണിമങ്ങാക്കാറിനരിവുള്ളോള്, കണ്ണീരൽ വെണ്ടാലിയുന്നോള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കഥകഥങ്ങൾ അണിഞ്ഞവള്, പാലക്കമോതിരമിട്ടവള്, പാലപ്പം പോലെ വെളുത്തവള്, പാമുള്ളനെ പോലെ തിളക്കണോള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കുന്നിക്കൊരു പുൽമറുകുള്ളോള്, കുങ്കുമം നെറ്റിയിൽ ചാർത്തിയോള്, കൂവളമല കൊരുത്തവള്, കുമുദിനി പൊയ്കയിൽ നീന്തിയോള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. जिगर आदिल है नजर, एक माह जबी, एक नूर नगी, रब की रुबाई क्या है तबाही, गर्दन सुराही बोली इलाही, अफगान जलेबी माशूक फरेबी, खायल है तेरा दीवाना भैया, दिखा के क्या प्यार करेगी, चेहरा भी कभी दिखाना भैया, भैया अफगान जलेबी माशूक फरेबी, खायल है तेरा दीवाना भैया, भैया भूख दिखा दिखा के क्या प्यार करेगी, चेहरा भी कभी दिखाना भैया, भैया नच के दिखा दे सबकी धड़कन की कदम से कदम मिला दे, चाल के चाल बिछा के दिल को यूं
दिन तो लेका कंगना मुँह दिखाई देते फिर तू ले जा अपने अंगना ना समझ तू चीज पुरानी चेहरा मेरा पीस रानी देखेगा तो खा जाएगा सौ झटके पल्लो लटके रे मारो पल्लो लटके रे मारो पल्लो लटके जरा सा टेढ़ो हो जा बालमा पल्लो लटके रे मारो पल्लो लटके कैटवॉक वाली बेबी है तेरी चाल बैकलेस सूट विच लगदी कमाल ओ किथे चली जांदी है ओ किथे चली जांदी है तेनू पुछना है इको ही सवाल ओ दस दे कुवारी आया किस दे तू नाल क्यों दूरों दूरों जानी है जान कट जानी है एने भी नखरे तू करना सोनिए एने भी नखरे तू करना सोनिए दिल मेरा तेरे लिए धड़के नहीं आज फिर किथे चलनी है मोरनी बन के आज फिर किथे चलनी है मोरनी बन के तू दिखलाया वो तेरी मलमल की गुलती गुलाबी हो गई चली चाल के शराबी हो गई बलम पिचकारी जो तुमने मुझे मारी तो सीधी सादी चोरी शराबी हो गई चीज पहन के जो तुमने मारा ठुमका तो लड्डू पड़ोसन की भाभी हो गई बलम पिचकारी जो तुमने मुझे मारी तो सीधी सादी चोरी शराबी हो गई चीज पहन के जो तुमने मारा ठुमका तो लड्डू पड़ोसन की भाभी हो गई Can you hear me? Do you feel alive? Because we're always searching for something not easy to arrive. The moment, yes it's true. And although I'm not next to you, just know that I can feel it too. Even if you no longer remember my name, I know we'll still hang on to these feelings the same. And when the voices call to you from below, wherever you may go, in the end I know we'll meet again. In the end
Even if you no longer remember my name, I know we'll still hang on to these feelings the same. When the voices call to you from below, wherever you may go, in the end I know we'll meet again. In the end I know we'll meet again. 'Cause in the end, 'Cause I never felt so alive. The spark is turning into a wildfire. Let's burn like the stars and leave it all behind. If we had one day on earth, who would you spend it with? If you could choose who you wanted to kiss, who would that be? I wanna believe if tomorrow was not guaranteed, minutes to spend. If I could choose, I would spend every minute with you, with you, with you. അങ്ങയുടെ ദൃഢഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഭാവികളായ വേണ്ടി ഓരോരോ സമയത്തും തമ്പുരാന്റെ വശമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ. എത്ര നീള മാതാവേ, നിന്റെ സന്നിധിയിലോടുള്ള സഹായത്തിന് ശേഷം വേണ്ടിയിട്ട് അപേക്ഷിച്ച് സഹായിക്കാവുന്ന മാതാവേ, Minutes to spend. If I could choose, I would spend every minute with you, with you, with you, with you. I spend it with you.